ചിക്കൻ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ വെയിറ്റ് നോക്കണമെന്ന് ആൾക്കാർ എന്തിനാ പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ ക്ലീൻ ചെയ്ത റോ ചിക്കനിൽ അത്യാവശ്യം വെള്ളം നല്ലപോലെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അത് കുക്ക് ചെയ്യുമ്പോഴോ ബേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് ഗ്രില്ല് ചെയ്യുമ്പോഴോ ആവട്ടെ വെള്ളം ഇറങ്ങിപ്പോവും. അതിന്റെ വെയിറ്റും അങ്ങനെ തന്നെ കുറയും. പക്ഷേ അതിന്റെ പ്രോട്ടീനിലും കാലറിയിലും വലിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. ഇപ്പൊ നമ്മളൊരു കാലറി ഡെഫിസിറ്റിലൊക്കെ നിന്ന് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓരോ ദിവസം കുക്ക് ചെയ്ത് കഴിയുമ്പോഴും അതിന്റെ വെയിറ്റിൽ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റിൽ ആ എക്സ്പെക്ടഡ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ റോ ആയിട്ട് തന്നെ വെയിൻ ചെയ്യാൻ നോക്കുക. ഇനി ഈ ഡയറ്റിലുള്ളവരെല്ലാവരും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും ആൾക്കാർ കഴിക്കുന്നതും ഈ വൈറ്റ് റൈസ്, അതായത് ഈ ജാസ്മിൻ റൈസ്, ബസ്മതി പോലുള്ള അരികളാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ എല്ലാ മീലും പ്രിപ്പയർ ചെയ്തിട്ട് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഓഫീസിലേക്ക് പോയി. അത്യാവശ്യം തിരക്കൊക്കെ പിടിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. ആ തിരക്കുള്ള ദിവസത്തിലും ഞാൻ ഷിനോയ് ചേട്ടനായിട്ടുള്ള ഒരു ബെറ്റിൽ തോറ്റു. അതുകൊണ്ട് പുള്ളിക്ക് ഞാൻ ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു. നമ്മൾ ഡയറ്റിലായതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയില്ല. തിരിച്ച് ഓഫീസിൽ വർക്കെല്ലാം കഴിഞ്ഞ് പ്രീ വർക്കൗട്ടും കഴിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് പോയി. ഇന്ന് ഡേ 15 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ചെസ്റ്റും ലാറ്റ് മസിലും ഫോക്കസ് ചെയ്തുള്ള ഒരു അപ്പർ ബോഡി വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നോട്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് സർവീസ് ക്യാപ്ഷൻസ് ഉണ്ട്. വീൽസ് ആണ് നടക്ഷൻ. ബൈ.